അതുകൊണ്ട് ഇനിയൊരു യാത്ര കൂടിയുണ്ട്. അതിന് നീ വരണ്ട. വരുണിനെയും പ്രകാശിനെയും കൂട്ടാം. അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു തുമ്പും കിട്ടാതെ വർഷ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി എങ്ങോട്ടാ അച്ഛാ എന്ന്. അതിനയാൾക്ക് പറയാൻ ഒറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ, പാലക്കാട്. വീട്ടിലെത്തുമ്പോ നേരം നന്നായി ഇരുട്ടിയിരുന്നു. അച്ഛനും മോളും രാവിലെ പോയി ഇതുവരെ എത്താത്തതിന്റെ വേവലാതി മുഴുവൻ അവരെ പ്രതീക്ഷിച്ച് ഉമ്മറത്ത് തന്നെ ഇരിക്കുന്ന അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. ഓട്ടോ നിർത്തി വർഷയും വാസുദേവൻ ഇറങ്ങിയത് കണ്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചാടിത്തുള്ളി മാലതി അകത്തേക്ക് നടന്നു. അമ്മ ദേഷ്യത്തിലാന്ന് തോന്നച്ചാ എന്നും പറഞ്ഞ് വർഷയും ഉമ്മറത്തേക്ക് കയറുമ്പോ പിന്നെ അച്ഛനും ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറിയ ഉടനെ മാലതി അവർക്ക് നേരെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളിത് എന്ത് ഭാവിച്ച മനുഷ്യ ഈ പെണ്ണിനെ കൊണ്ട് ഓരോന്നിനും ഇറങ്ങിത്തിരിക്കുന്നത്? ഏതൊരു പെണ്ണിന് വേണ്ടി ഇനി ഇവളുടെ ജീവിതം കുരുത്തി കൊടുക്കാനാണോ? രാവിലെ പോയത് മുതൽ മനസ്സമ്മതം കിട്ടിയിട്ടില്ല എനിക്ക്. നേരം വൈകുന്തോറും പേടിച്ചാണ് ഇരുന്നത്. ഓരോ മാരണങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ട് എവിടെ കിടക്കുന്നൊരു പെണ്ണിന് വേണ്ടി? മാലതി നിന്ന് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഭയം കൊണ്ടാണ്. വർഷയ്ക്ക് അച്ഛനത് അറിയാം. അല്ല, നീ ജോലിയും കളഞ്ഞ് ഇതിന്റെ പുറകെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലെങ്കിലേ ഇവിടുത്തെ കഷ്ടപ്പാട് തീർന്ന നേരമില്ല. അതിനിടയ്ക്ക് ഉള്ള പണിയും കളഞ്ഞ് ഓരോന്നും ഇറങ്ങിക്കോളും അച്ഛനും മോളും. അച്ഛൻ പറയാനും മോൾ അതിന് കൂട്ടുപിടിക്കാനും. എന്തായാലും കൊള്ളാം. വർഷയ്ക്ക് നേരെ മാലതി കയർക്കുമ്പോ അവളൊന്നും മിണ്ടാതെ വേഗം റൂമിലേക്ക് നടന്ന് ബാക്കിയൊക്കെ അച്ഛനും അമ്മയും തമ്മിൽ തീർത്തോളൂ എന്ന മട്ടി. നീ ഒരു കാര്യം ചിന്തിക്കും മാലതി, നീ ഇടയ്ക്കിടെ പറയുന്നുണ്ടല്ലോ ഏതൊരു പെണ്ണെന്ന്. അങ്ങനെ നിസ്സാരമായ വാക്കാണ് ഈ നാടിന്റെ ശാപം. സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോഴേ അതിന്റെ വിഷമം എത്രത്തോളമാണെന്ന് മനസ്സിലാവൂ. അതുവരെ നമുക്കെല്ലാം നിസ്സാരാണ്. എവിടെ കിടക്കുന്നൊരു പെണ്ണ്, ആരുടെയോ മകള്, അവർക്കല്ലേ സംഭവിച്ചതെന്ന് ചിന്തിക്കുന്ന നിന്നെ പോലുള്ളവർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ആക്രമണങ്ങൾ കൂടുന്നത്. അതും എന്റെ മകളാണെന്ന് കരുതി പ്രതികരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ആങ്ങളമാരൊക്കെ സമൂഹത്തിലിറങ്ങിയ തീരാവുന്നതേ ഉള്ളൂ ഇതുപോലുള്ള ഭ്രാന്തുകള്. പക്ഷെ ആര് ചെയ്യാൻ? നിന്നെപ്പോലെ എവിടെ കിടക്കുന്ന ഒരുവൾ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നവരുടെ നാടാണ് കേരളം. ഒരു പെണ്ണിന് അർദ്ധാത്ത സംഭവിച്ച അവൾ പോയിട്ടല്ലേ എന്ന് ചോദിക്കുന്ന നാട്. എന്റെ മോള് അങ്ങനെ ചെയ്യില്ല എന്ന് സ്വയം പുകഴ്ത്തുന്നവരുടെ നാട്. പക്ഷെ നാളെ എന്റെ മോൾക്കും അങ്ങനെ സംഭവിക്കുമ്പോ വിലപിക്കും. അപ്പോ ഇതേ വാക്ക് മറ്റുള്ളവരും പറയും, ആ പെണ്ണ് പോയിട്ടല്ലേ, എന്റെ മോള് അങ്ങനെ ചെയ്യില്ല, അവൾ നല്ലതാണെന്ന്. അതിനപ്പുറത്തേക്ക് നിന്നെപ്പോലുള്ളവർ എന്ന് ചിന്തിക്കുന്നോ അന്ന് ഈ നാട് നേരെയാവൂ. അയാൾ ഉള്ളിൽ വന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് റൂമിലേക്ക് കയറുമ്പോ മാലതി ഭർത്താവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയായിരുന്നു. അവരാരാ മോനെ? എന്തിനാ അവര് വന്നേ? വർഷയും വാസുദേവനും ഇറങ്ങിയ ശേഷം അമ്മയ്ക്കുള്ള ചായയുമായി ചെല്ലുമ്പോഴായിരുന്നു അമ്മയുടെ ആ ചോദ്യം. അത് അന്ന് രാത്രി വന്ന ഓട്ടോ ഡ്രൈവർ ഇല്ലേ, അയാളും അയാളുടെ മോളുമാണ്. ആ കൊച്ചു മുന്നേ മായയുടെ കൂടെ പഠിച്ചതായിരുന്നെന്നോ മറ്റോ ആണ് പറഞ്ഞേ. മോള് പോയ വിവരം അറിഞ്ഞപ്പോ വന്നതാ. അത് പറയുമ്പോ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടു. അമ്മേ, ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ വിധിയാണ്. അവക്ക് അത്ര ആയുസ് കൊടുത്തിട്ടുള്ള ദൈവം. ഇനി അവളുടെ ആത്മാവിന് മോശം ലഭിക്കണമെങ്കിൽ ആ ജയിലിൽ കിടക്കുന്നവന് തക്കതായ ശിക്ഷ കിട്ടണം. അല്ലെങ്കിൽ ഞാൻ അവനെ... സുദേവ് പറഞ്ഞത് കേട്ട് അമ്മയ്ക്ക് പേടി തോന്നി. അനിയത്തിയോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു ആ വാക്കുകളില്. മോനെ, അവനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. എന്റെ മോളെ ഇല്ലാതാക്കിയവൻ നരകിച്ച് ചാവും. ഇനി മോനായിട്ട് ഒന്നിനും പോവണ്ട. നിനക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ അമ്മ നിറഞ്ഞ് കണ്ണും മൂക്കും തോർത്തുകൊണ്ട് ഒപ്പുമ്പോ സുദേവ് പതിയെ എഴുന്നേറ്റു. അമ്മ ചായ കുടിക്ക്, എന്നിട്ട് ഈ റൂമിൽ തന്നെ ചടഞ്ഞിരിക്കാതെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങ്. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളാകും. വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ. അവൻ അപേക്ഷ എന്നോണം പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹാളിലിരുന്ന ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. വേഗം ഫോണിനരികിലേക്ക് നടന്ന് അവൻ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ നമ്പർ കണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. പ്രതീക്ഷിച്ചിരുന്ന കോൾ കണ്ട ഭാവത്തോടെ. അതിരാവിലെ തന്നെ വാസുദേവനും വരുണും പാലക്കാട്ടേക്ക് തിരിച്ചു. പ്രകാശം വരാമെന്ന് പറഞ്ഞെങ്കിലും രണ്ടുപേർക്കും ഓഫീസിൽ നിന്ന് ഒരുമിച്ച് ലീവ് കിട്ടാത്തതിന്റെ പ്രശ്നം കാരണം വരുൺ മാത്രമാണ് പാലക്കാട്ടേക്ക് അയാളോടൊപ്പം യാത്ര തിരിച്ചത്. ഇറങ്ങുമ്പോൾ ഇത്ര നേരത്തെ പോണോ അച്ഛാ എന്ന് ആരാഞ്ഞ വർഷയോട് അവിടേക്കുള്ള ദൂരത്തെക്കുറിച്ചും അവിടെ എത്താനുള്ള സമയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ അപ്പോ ഇന്ന് തന്നെ തിരിച്ചെത്തുവോ എന്ന സംശയത്തോടെ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു.
എത്ര വൈകിയാലും എത്തുമെന്ന് പറഞ്ഞാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കരുതിയതുപോലെ തന്നെ കാറ് പാലക്കാട് എത്തുമ്പോൾ ഏകദേശം ഉച്ചയോടടുത്തിരുന്നു. വഴി തെറ്റാതിരിക്കാൻ ഗൂഗിളിൽ സ്ഥലം അടിച്ചത് കൊണ്ട് തന്നെ കണ്ണാടി ടൗണിൽ ചെന്നാണ് ആ യാത്ര അവസാനിച്ചത്. പതിയെ അടുത്ത് കണ്ട ഒരു മരത്തണലിലേക്ക് വരുൺ കാർ ഒതുക്കി നിർത്തി. ഇനി അയാളുടെ വീട് എവിടെയാന്ന് ആ കിടക്കുന്ന ഓട്ടോക്കാരോട് ചോദിച്ചറിയാലോ. വരുൺ വാസുദേവനെ നോക്കുമ്പോൾ അയാൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കൂടെ വരുണും. രണ്ടുപേരും പതിയെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്ന ഓട്ടോയ്ക്കരികിലെത്തുമ്പോൾ ഉച്ച സമയത്ത് പ്രതീക്ഷിക്കാതെ രണ്ടാളെ കണ്ട് ഒരു ഓട്ടം കിട്ടിയ സന്തോഷത്തോടെ കയ്യിൽ പാതി കരിഞ്ഞ സിഗരറ്റ് പുറത്തേക്ക് കളഞ്ഞ് ആ ഓട്ടോക്കാരൻ രണ്ടുപേരെയും നോക്കി. എങ്ങോട്ടാ ചേട്ടാ, കയറിക്കോ എന്നും പറഞ്ഞ് സീറ്റിലൊന്ന് അമർന്നിരുന്നു. മോനെ, ഞങ്ങൾ ഓട്ടം പോവാൻ വന്നതല്ല, ഒരു കാര്യം അറിയാൻ വന്നതാ. വാസുദേവൻ ശാന്തമായി പറഞ്ഞുകൊണ്ട് ഓട്ടോക്കാരനെ നോക്കുമ്പോൾ അയാൾ പല്ലിറുമിക്കൊണ്ട് പുറത്തേക്ക് കളഞ്ഞ സിഗരറ്റിലേക്ക് നോക്കി. സിഗരറ്റ് പോയ ദേഷ്യവും പ്രതീക്ഷിച്ച ട്രിപ്പ് മൂഞ്ചിയ കലിപ്പും അവന്റെ വാക്കുകളിലുണ്ടായിരുന്നു. ആ, എന്താ അറിയണ്ടേ? അവന്റെ ചോദ്യം പരുഷമായിരുന്നു. അത് പിന്നെ, ഞങ്ങൾ വരുന്നത് കൊച്ചിയിൽ നിന്നാ. ഇത് അഡ്വക്കേറ്റ് വരുൺ പ്രഭാകർ, ക്രിമിനൽ അഡ്വക്കേറ്റ് മൂർത്തി സാറിന്റെ ജൂനിയറാണ്. ഞങ്ങൾക്ക് അറിയേണ്ടത് ഒരാളെ കുറിച്ചാണ്, ഇവിടെ ഓട്ടോ ഓടിച്ചിരുന്ന ഹരിശങ്കറിനെ കുറിച്ച്. അത് പറഞ്ഞതും വാസുദേവൻ ഓളിക്കണ്ണിട്ട് വരുണിനെ നോക്കുമ്പോൾ നിമിഷനേരം ഇത്ര നുണ ഇയാളെ എവിടെ നിന്ന് ഒപ്പിക്കുന്നു എന്ന ആശ്ചര്യത്തോടെ ഓർക്കുകയായിരുന്നു വരുൺ. മുന്നിൽ നിൽക്കുന്നത് വക്കീലാണെന്നും ഹരിയെക്കുറിച്ച് അറിയാനാണ് ഇവർ വന്നതെന്നും മനസ്സിലായതോടെ ഓട്ടോ ഡ്രൈവർ ഒന്ന് അഴിഞ്ഞു. ഹരിയെ അറിയാം സാർ, എന്റെ ഫ്രണ്ടാണ്, ഇവിടെയാണ് ഓട്ടോ ഓടിച്ചിരുന്നതും. പക്ഷേ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ മാത്രം. അവൻ പാതിയിൽ നിർത്തുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയത് വരുണായിരുന്നു. ഇയാളുടെ പേര് കാർത്തിക്. ആ, ഓക്കെ. അപ്പൊ കാർത്തിക് സംശയത്തിന്റെ പേരിൽ ഒരാളും കുറ്റക്കാരനാവുന്നില്ല. അതിനാണ് കോടതി, അവിടെ തെളിവുകളാണ് പ്രധാനം. അവനെ കുറ്റക്കാരനാക്കാൻ അപ്പുറത്ത് ആളുള്ളപ്പോൾ അവൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാനാണ് ഞങ്ങളും. അതിന് നിങ്ങളുടെയൊക്കെ സഹായം കൂടിയേ തീരൂ, കൂടാതെ അവന്റെ വീട്ടുകാരുടെയും. അതും പറഞ്ഞ് വരുൺ തിരികെ ഇടം കണ്ണിട്ട് വാസുദേവനെ നോക്കുമ്പോൾ കിട്ടിയ വേഷം അങ്ങ് തകർക്കുവാണല്ലോ ചെക്കൻ എന്നായിരുന്നു അയാളുടെ മനസ്സിൽ. സാർ, മുന്നിൽ നിൽക്കുന്ന കാർത്തികിന്റെ വിളി കേട്ട് ചുണ്ടിൽ വിടർന്ന പുഞ്ചിരി മറിച്ച് ഗൗരവത്തോടു കൂടി പ്രതീക്ഷയോടെ കാർത്തികിന്റെ മുഖത്തേക്ക് നോക്കി. ഹരി ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്നു, ഇവിടെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ. വീട്ടിൽ അവനുള്ളത് ഒരു പെങ്ങളാണ്. പെങ്ങളെന്ന് പറയാം, അവന്റെ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന അട്ടകളാണ് അവളും അവളുടെ കേട്ടും സെൽവനും. അയാളൊരു തമിഴനാണ്. എന്നോ ഒരിക്കൽ ഇവിടെ വന്ന് കൂടിയതാ. അന്നു മുതൽ ഹരിക്ക് കണ്ടകശനിയാണെന്ന് പറയുന്നതാ ശരി. ഹാ, പിന്നൊരു കാര്യം കൂടെ ഉണ്ട് സാർ. മുന്നേ ഒരിക്കൽ ഹരി ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് കേട്ടപ്പോ വരുണും വാസുദേവനും ഒന്ന് ഞെട്ടിയിരുന്നു. അത് എന്ത് കേസായിരുന്നു? രണ്ടുപേരുടെയും നോട്ടം കാർത്തിക്കിന്റെ മുഖത്തായിരുന്നു. അവർക്ക് മുന്നിൽ ഒന്നും മറയ്ക്കുന്നത് ശരിയല്ലെന്ന് തോന്നൽ കുറെ നേരം ആലോചിച്ച ശേഷമാണ് കാർത്തിക് അത് പറഞ്ഞത്. അതൊരു പീഡന കേസായിരുന്നു സാർ. വലിയ ഞെട്ടിലൂടെയാണ് വരുണും വാസുദേവനും അത് കേട്ടത്. മുൻപും ഹരി ഒരു പീഡന കേസിലെ പ്രതിയാണെന്ന് മായ്ക്ക് അറിയാമായിരുന്നോ എന്നായിരുന്നു വാസുദേവൻ അപ്പൊ ചിന്തിച്ചത്. ഓ, അയാൾക്ക് അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് അതിനയാൾ ശിക്ഷിക്കപ്പെട്ടതാണോ? അന്ന് വന്ന വാർത്തകളിലൊന്നും അങ്ങനെ പരാമർശിച്ചു കണ്ടില്ല. അപ്പൊ പിന്നെ? വരുണായിരുന്നു ചോദിച്ചത്. ആ ചോദ്യം കേട്ട് കാർത്തിക് ഒരു നിമിഷം മൗനം പാലിച്ചു. പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി. സാർ, അന്നവൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുമ്പോഴും ആളുകൾക്കിടയിലൂടെ കൊണ്ടുപോകുമ്പോഴും ആരോടും ഒരക്ഷരം മിണ്ടിയില്ല അവൻ. പക്ഷേ അതൊരു ചതിയായിരുന്നു എന്നറിഞ്ഞത് 3 മാസം അവൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു. ചതിച്ചത് അവന്റെ അളിയൻ സെൽവനും പിന്നെ അവന്റെ കൂടെ പിറന്ന പെങ്ങളും കൂടിയായിരുന്നു. അതെങ്ങനെ? ശരിക്കും ആ പെൺകുട്ടിയുടെ പീഡനത്തിന് ഉത്തരവാദി ആ സെൽവനായിരുന്നു. പക്ഷേ അത് ഏറ്റെടുക്കാൻ ഹരിയെ നിർബന്ധിച്ചത് അവന്റെ പെങ്ങളും. അതിന് അവരുടെ 5 വയസ്സായ മകളെ മുന്നിൽ നിർത്തിയായിരുന്നു അവൾ അവനും കൂടെ ഹരിയെ. ആ കുട്ടിയുടെ മുഖോർത്ത് അതിന്റെ ഭാവിയോർത്ത് എല്ലാം അവൻ ഏറ്റെടുത്തു. പക്ഷേ അവിടെ അവന് തുണയായത് ആ പീഡനത്തിനിരയായ കുട്ടിയായിരുന്നു. കോമാ സ്റ്റേജിൽ നിന്നും 3 മാസത്തോളം കിടന്ന് അവക്ക് ഒരു മാറ്റം വന്നത് ഹരിക്ക് രക്ഷയായെന്ന് പറയാം. ആ കുട്ടിയെ ഉപദ്രവിച്ചത് ഹരിയല്ലെന്ന് അവളുടെ ഒറ്റമൊഴി കൊണ്ട് അതിൽ നിന്നും അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു.
പിന്നീട് പണമോ പവറോ സെൽവന്റെ പിടിപാട് കൊണ്ട് പോലീസ് ഇപ്പോഴും ആ കേസ് ഇരുട്ടിൽ തപ്പുകയാണ്. അത് കേട്ടപ്പോൾ ശരിക്കും വാസുദേവൻ ദേഷ്യമാണ് തോന്നിയത്. അതയാൾ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരാൾക്ക് വേണ്ടി അതിന് എത്ര വലിയ ബന്ധാണെങ്കിലും ആ കുറ്റം ഏറ്റെടുത്തോ വലിയ തെറ്റ്. ഈ സെൽവൻ എന്ന് പറയുന്ന മറ്റവൻ നാളെ വളർന്നു വരുന്ന സ്വന്തം മോളെ പീഡിപ്പിക്കില്ലെന്ന് ആര് കണ്ടു? അതിന് കൂട്ടു നിൽക്കുന്ന അവളെയും ഈ ഭൂമിയിൽ വെച്ചേക്കരുത്. നാളെ സ്വന്തം മോളെയും അവൾ കൂട്ടിക്കൊടുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അവരെന്ത് തെറ്റ് ചെയ്തോ അതിനേക്കാൾ വലിയ തെറ്റാണ് ഹരി ചെയ്തത്. പെണ്ണിന്റെ ശരീരം കാണുമ്പോഴേ ഉശിരി പൊങ്ങുന്നവനെയൊക്കെ എന്തിന്റെ പേരിലാണെങ്കിലും, അത് സിമ്പതിയുടെ പുറത്താണെങ്കിലും മൗനം പാലിച്ചു നിന്നത് ഇനിയും എന്ത് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തതിന് തുല്യാണ്. അതിനു പകരം ഈ പുന്നാരാളിന്റെ അണ്ടിയാപ്പീസ് നോക്കി ഒരെണ്ണം കൊടുത്ത് തൂക്കി പോലീസിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ മനസ്സിന് ഒരു സന്തോഷം ഞാൻ കിട്ടുമായിരുന്നു. ഇതിപ്പോ അയാളുടെ വാക്കുകളിൽ എല്ലാവരോടുമുള്ള ഈർഷ്യം ഹരിയോടായിരുന്നു. ഇനിയും വൈകിട്ടില്ല. ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടില്ലെങ്കിലും നീതി എന്നൊരു വാക്കുണ്ട്. അതിൽ കിട്ടുന്ന ചെറിയൊരു ആശ്വാസം, അതാ ആ പെൺകുട്ടിക്ക് നേടിക്കൊടുക്കാൻ ഹരിക്ക് കഴിയും. അതിനവൻ പുറത്തിറങ്ങണം. പണത്തിനും പദവിക്കും മേലെ പാവപ്പെട്ടവന്റെ വീട്ടിലെ പെണ്ണിനും മാനവും മഹത്വവും ഉണ്ടെന്ന് ഇതുപോലുള്ളവരൊക്കെ അറിയണം. വാസുദേവൻ വീരോട് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്ന കാർത്തിക് സംശയത്തോടെ അയാളെ വീക്ഷിക്കുകയായിരുന്നു. ഇടയ്ക്ക് വർഷയുടെ അച്ഛന് ആവേശം കൊണ്ട് അബദ്ധം പറ്റിയോ എന്ന ആശങ്കയിലായിരുന്നു വരുൺ. പ്രതീക്ഷിച്ച പോലെ തന്നെ കാർത്തികിന്റെ വായിൽ നിന്നും ആ ചോദ്യം വന്നു. അല്ല, നിങ്ങൾ പറഞ്ഞത് ക്രിമിനൽ വക്കീലാണെന്നല്ലേ? കുറ്റം ചെയ്തവനാണെങ്കിലും പുറത്തിറക്കുമെന്നല്ലേ? അങ്ങനെ കുറ്റവാളി സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ അവന്റെ സംശയം കണ്ടപ്പോഴാണ് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞത് ആസ്ഥാനത്തായെന്ന് തോന്നിയത്. മനസ്സിലെ ദേഷ്യവും വിഷമവുമാണ് പറഞ്ഞത്. അതിപ്പോ വേറൊരു തരത്തിൽ ഇവനിൽ സംശയം ജനിപ്പിച്ചിരിക്കുന്നു. പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ വാസ്തവൻ പരിങ്ങിയപ്പോ വരുൺ വേഗം വിഷയത്തിന്റെ ഗതി മാറ്റിവിട്ടു. കാർത്തിക്, ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞങ്ങൾക്ക് ഹരിയെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ അറിയാനുണ്ട്. പ്രത്യേകിച്ച് ആ പെണ്ണും അവൻ തമ്മിലുള്ള റിലേഷൻ. പിന്നെ അതിന്റെ പേരിൽ ഹരി അന്വേഷിച്ച് ആരെങ്കിലും ഇടവരുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന്. പിന്നെ ഹരിയെ കൂടുതൽ അറിയാവുന്ന കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അതോ ഹരി തന്നെ? കുറെ സംശയങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങൾ വരുൺ ചോദിച്ചപ്പോ കാർത്തിക് ആലോചിക്കാൻ പോലും സമയമെടുക്കാതെയാണ് മറുപടി പറഞ്ഞത്. ഇല്ല സാർ, ആ പെണ്ണിന്റെ പേരിൽ ഒരാളും വന്നതായോ ഭീഷണിപ്പെടുത്തിയതായോ അവൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവന്റെ ആ ബന്ധം ഇഷ്ടപ്പെടാത്ത 2 പേരുണ്ടായിരുന്നു. ഹരിയുടെ പെങ്ങളും പിന്നെ ആ സെൽവനും. അതിന് കാരണം ഹരിയുടെ പേരിലുള്ള സ്വത്തുക്കൾ തന്നെയാണ്. ഓട്ടോ ഡ്രൈവർ എന്നതിലുപരി അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ടവന്. അതിന് വേറൊരു അവകാശം വരാൻ അവർ സമ്മതിക്കില്ല. അതിന് അവരെന്തും ചെയ്യും. അതിപ്പോ കൊന്നിട്ടാണെങ്കിലും ഇതുപോലെ അവനെ തകർത്തിട്ടാണെങ്കിലും. എനിക്ക് സംശയമുണ്ട് സാർ, ആ സെൽവനായിരിക്കും ചിലപ്പോ ആ പെണ്ണിനെയും. എല്ലാം കേട്ട് ഒന്ന് മൂളുക മാത്രമാണ് വരുൺ ചെയ്തത്. എന്നാ ശരി കാർത്തിക്, ഹരിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നല്ല ഞങ്ങൾ ചെയ്യും. അതിന് ഇനിയും തന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നാ വിളിക്കും, സഹകരിക്കണം. പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് യാത്ര പറഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് വരുണും വാസുദേവനും കാറിനടുത്തേക്ക് നടന്നു. ഓ, വല്ലാത്ത കുടുക്കിലേക്കാണല്ലോ പോകുന്നത്. വരുൺ പിറുപിറുത്തുകൊണ്ട് കാറിലേക്ക് കയറി. കൂടെ വാസുദേവനും. ഇതിലെന്തെങ്കിലും നിന്നോട് ഹരി പറഞ്ഞിട്ടുണ്ടോ? വാസുദേവന്റെ ചോദ്യം കേട്ട് വരുൺ അന്തം വിട്ട് അയാളെ നോക്കി. ഹരി എന്നോട് എന്തു പറയാൻ? അയാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. കാർത്തിക് പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. വരുൺ വാക്കുകൾ മുഴുവിക്കും മുന്നേ വാസുദേവൻ അവനെ കൈ ഉയർത്തി തടഞ്ഞു. നിന്നോടല്ല ചോദിച്ചത്, ദാ ഇവളോടാ. കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് നോട്ടം വായിച്ചുകൊണ്ട് അയാൾ പറയുമ്പോൾ വരുൺ നെറ്റിലോട് ഒരു നിമിഷം പിന്നിലേക്ക് എത്തി നോക്കി. പക്ഷേ അവിടം ശൂന്യമായിരുന്നു. പിന്നിൽ ആരും ഇല്ലല്ലോ. അവൻ അല്പം പേടിയോടെയാണ് അയാളുടെ മുഖത്തേക്കും പിന്നെ പുറകിലേക്ക് മാറി മാറി നോക്കിയത്. അത് കണ്ട ഭാവം പോലും കാണിക്കാതെ വാസുദേവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, മുൻപ് ഇക്കാര്യങ്ങൾ എന്തെങ്കിലും ഹരി നിന്നോട് പറഞ്ഞിരുന്നുവെന്ന്. അയാളുടെ മുന്നിൽ അപ്പോൾ മായ ഇരിപ്പുണ്ട്. ഉണ്ട് എന്ന് അവൾ തലയാട്ടിക്കൊണ്ടിരുന്നു. ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടത്തിൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.